കണ്ടോ, പണം വിശ്വസ്തനായ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അച്ഛൻ അല്ലേ അച്ഛാ? ആ വരട്ടെ. ശരി അച്ഛാ. ആ അമ്മേ, മാധവേട്ട, എനിക്കിപ്പോ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. മരിക്കുന്നതിന് മുൻപ് ഒരു 10 രൂപ കാശെങ്കിലും നമ്മുടെ മക്കളിൽ നിന്ന് വാങ്ങി അനുഭവിക്കാൻ കഴിയണേ എന്ന്. നമ്മുടെ സമയവും മാറും ചന്ദ്രികയെ. അതോടെ മക്കളുടെ നിലയും മനോഭാവവും ഒക്കെ മാറും. നീ നോക്കിക്കോ. ആ ശ്യാമിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ശ്യാമിന്റെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. സാധാരണ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ് ഒക്കെ വരാറുള്ളതാ. ഇപ്പൊ അതുമില്ല. ഇവനിത് എന്തു പറ്റി? ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. ഒരു മെസ്സേജ് എങ്കിലും അവൻ അയച്ചുകൂടായിരുന്നോ? ശ്യാമിന് എന്താ പറ്റിയത്? ഒരു കാര്യം ചെയ്യാം, അവന്റെ ക്ലോസ് ഫ്രണ്ട് മിഥുനെ വിളിച്ചു നോക്കാം. അവന് സ്വിച്ച് ഓഫാ. ഇവർക്കിത് എന്തു പറ്റി? കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന സമയത്തും നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണേണ്ട സമയത്ത് പുസ്തകം നോക്കി ഇരുന്നാലേ അക്ഷരങ്ങൾ പോലും വേർത്തു പോവും. പറഞ്ഞേക്കാം. എന്താ, നിനക്ക് സ്വപ്നങ്ങളൊന്നുമില്ലേ? ചേച്ചി ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരുന്ന എങ്ങനെയാ സ്വപ്നം കാണുന്നേ? അയ്യോ, ഞാനൊരു ശല്യം ചെയ്യുന്നില്ലേ. ഞാനങ്ങ് പോയേക്കാം. ചേച്ചി, എന്താ വർഷേ? അല്ലെങ്കിൽ ഒന്നുമില്ല. നിന്റെ കണ്ണുകൾ കണ്ടിട്ട് സ്വപ്നം കാണണമെന്നൊന്നും തോന്നുന്നില്ല. എന്തോ നഷ്ടസ്വപ്നം ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ മോളെ? നഷ്ടപോലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ഒന്നുമില്ല ചേച്ചി. കോളേജ് ജീവിതം വിട്ട് പെട്ടെന്ന് കുടുംബജീവിതത്തിലേക്ക് കടക്കുകയല്ലേ. അതിനുള്ള മാനസിക തയ്യാറെടുപ്പില്ല. സത്യത്തിൽ അത് തന്നെയാണോ? ചേച്ചിയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ നീ തുറന്നു പറ. ചേച്ചി, ഇത്ര പെട്ടെന്നൊരു കല്യാണം, ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിൽക്കണം. അങ്ങനെയുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. ഇതിപ്പോ അങ്ങും ഇങ്ങും എത്താതെ എല്ലാം അവസാനിപ്പിച്ച്. അങ്ങും ഇങ്ങും എത്താതെയൊന്നും അല്ലല്ലോ. ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു ബന്ധമല്ലേ നിനക്ക് വന്നത്. അതിൽ വിശ്വസിച്ച് ഉറച്ചു മുന്നോട്ട് പോവാ. നീ ഭാഗ്യമുള്ള കുട്ടിയാ. നിന്നോടൊപ്പം എന്നും ദൈവം കൂട്ടായിട്ടുണ്ടാവും. വിക്രമിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ നിന്റെ ഏത് ആഗ്രഹത്തിനും ഒരു വിലങ്ങുതടിയായി നിൽക്കില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ പഠിക്കാം. പഠിച്ച് വിക്രമിന്റെ കമ്പനിയിൽ തന്നെ നല്ലൊരു പോസ്റ്റിൽ ജോലിയിൽ പ്രവേശിക്കാം. അപ്പോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെയുള്ള സ്വപ്ന ഭവനത്തിന് നിന്നലാവും വിധം നീയും ഹെൽപ്പ് ചെയ്യണം. മധുചന്ദ്രലേഖ, ആ വീടിന് നിന്റെ ഒരു കൈത്താങ് കൂടി ഇരിക്കട്ടെ മോളെ. എന്താ മോളെ?
വന്നില്ലല്ലോ. ഒരു കാര്യം ഉറപ്പായി, കല്യാണം ഉറക്കിയൊന്ന് ബോധ്യമായപ്പോ ശ്യാം എന്നെ മറന്നിരിക്കുന്നു. കാണുമ്പോഴുള്ള സൗഹൃദത്തിനപ്പുറം മറ്റൊരു ഫീലിങ്സും അവൻ എന്നെ കുറിച്ചില്ല. എന്നോടുള്ള പ്രണയത്തിന്റെ ഒരു എത്തിനോട്ടം പോലും അവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. അവൻ അന്ന് പറഞ്ഞതുപോലെ അവന്റെ മനസ്സിൽ മറ്റേതോ ഒരു പെൺകുട്ടിയാ. അത് അവനൊട്ട് എന്നോട് പറഞ്ഞതുമില്ല. എന്റെ മനസ്സിലുള്ള ശ്യാമിനോടുള്ള സ്നേഹം പറയാതെ പോയ പ്രണയമായി അവശേഷിക്കട്ടെ. ശ്യാമേ, എന്താ പറ്റിയേ? വർഷയെ കണ്ടിട്ട് എന്തായി? അതറിയാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഞങ്ങൾക്കില്ലേ? എന്താണ് സംഭവിച്ചേ? വിക്രവും വർഷയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. നീ എന്താടാ ഈ പറയുന്നേ? ആ വിവാഹത്തിന് വർഷ സമ്മതിച്ചെന്നോ? വർഷയ്ക്ക് ആ ബന്ധത്തിന് താല്പര്യക്കുറവൊന്നുമില്ല. എങ്കിൽ പിന്നെ ആ ബന്ധം തന്നെ നടക്കട്ടെ. എന്തോ ആ ബന്ധം തന്നെ നടക്കട്ടെ എന്നോ? ഇല്ലടാ, ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല. വീട്ടുകാർ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിച്ചിട്ടുള്ള എത്രയോ കല്യാണങ്ങൾ നമ്മൾ ഇടപെട്ട് മുടക്കിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എത്രയോ പേരെ നമ്മൾ ഒന്നിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ പ്രേമം വിജയിപ്പിക്കാനായി പോരാടിയിട്ടുള്ള നീ സ്വന്തം കാര്യം വന്നപ്പോ രക്ഷപ്പെടാൻ നോക്കുന്നോ? ഇല്ലടാ, ഞങ്ങൾ സമ്മതിക്കില്ല. അളിയ, വർഷയോടുള്ള നിന്റെ പ്രേമത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാ ഞങ്ങൾ രണ്ടുപേരും. വർഷയില്ലെങ്കിൽ നീ ഇല്ല, നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളും ഇല്ല അളിയ. നമ്മൾ ഈ ബന്ധം പൊളിക്കുന്നു. വേണ്ടടാ, വർഷയുടെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാ. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവര്. അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. വേണ്ടടാ, എനിക്ക് ആ ബന്ധം വിധിച്ചിട്ടില്ല. വർഷയെ നീ കെട്ടുമ്പോ അവളുടെ മാതാപിതാക്കൾ എന്തിനാണ് വേദനിക്കുന്നേ? നിനക്ക് സൗന്ദര്യമില്ലേ? കുടുംബ മഹിമയില്ലേ? വലിയ കമ്പനി സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും വിക്രമിനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിനക്കുമില്ലടാ. ആ സ്ഥിതിക്ക് വർഷയെ കെട്ടാൻ വിക്രമിനേക്കാൾ യോഗ്യൻ നീയാ. നീ മാത്രമാ. വർഷയുടെ അച്ഛനമ്മമാരോട് സംസാരിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കാം. അവർ ഈ ബന്ധത്തിന് വിസമ്മതിച്ച അളിയ, വർഷയെ പൊക്കി നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. നിന്റെ കൈകൊണ്ട് അവളുടെ കഴുത്തി താലി കിട്ടുന്ന സീന അടുത്തത്. ഞങ്ങൾ ഇറങ്ങുവാ, വാടാ. വേണ്ട, വർഷയോടും കുടുംബത്തോടും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഉപകാരം വർഷയെ മറക്കുക എന്നത് മാത്രമാണ്. വർഷയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് എത്രയോ തവണ നിങ്ങൾ നിർബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ ഹൃദയം തുറന്ന് എൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോഴോ ചെവിയിൽ ഇയർഫോൺ തിരികിയത് മൂലം അവളൊന്നും കേട്ടതുമില്ല. അതാണ് വിധി. വിധിയെ തോൽപ്പിക്കാൻ നിൽക്കാതെ വിധിക്ക് കീഴടങ്ങുക വേണ്ടത്. ഞാൻ കീഴടങ്ങുന്നു. എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കണം. ശ്യാമേ, നിന്റെ സങ്കടം കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലടാ. നിങ്ങളെ കൂടി സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ലടാ. ഞാൻ വീട്ടിലേക്ക് പോവാ. എടാ, നീ ഇപ്പൊ വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല. എക്സാം എടുത്തു. എക്സാമിന് മുമ്പ് ഞാൻ തിരിച്ചെത്തും. 2 ദിവസം ഒരു ചേഞ്ച് അതെനിക്ക് ആവശ്യം. തടസ്സപ്പെടുത്തരുത്.
എന്താ ഇത്? എല്ലാവർക്കും ഉള്ള പുതുവസ്ത്രങ്ങളാ. ഈശ്വര, എല്ലാരും കോടതിന് മുമ്പ് കുറെയൊക്കെ അടിച്ചു മാറ്റണം. ചടങ്ങ് കഴിഞ്ഞു മതി ഇതൊക്കെ തുറന്നു നോക്കുന്നത്, കേട്ടല്ലോ? ഇതൊക്കെ എടുത്ത് അങ്ങോട്ടൊന്ന് ഒതുക്കി വെച്ചേക്കാവോ? ഇവരിത് കൊണ്ടുവന്നൊന്നും ആരും കണ്ടിട്ടില്ല. നിങ്ങളായിട്ട് ഇത് ആരോട് വിളമ്പാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? അമ്മയ്ക്ക് സ്വഭാവം എവിടെ നിന്ന് കിട്ടി? എന്ത് കള്ളിയുടെ സ്വഭാവം? ഇനി ആരോടെങ്കിലും പോയി പറയുമോ? എടീ നിക്കൂ. വരണം സർ. ഓക്കെ, നടക്കും. നമസ്കാരം. വാ മോനെ. സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ അവനോട് എന്ത് തെറ്റാ ചെയ്തേ? വർഷേ, നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാണോ? അല്ല ചേച്ചി, ശ്യാം അവന്റെ ഫോൺ ഓഫാ. അവനെ എന്റെ എൻഗേജ്മെന്റ് അറിയിച്ചില്ലെങ്കിൽ ആകെ സീനാവും. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ ഓഫും. നീ മെസ്സേജ് അയച്ചില്ലേ? അതയച്ചു, പക്ഷെ അവനത് കണ്ടിട്ടില്ല. ശ്യാമിന് എന്തേലും അത്യാവശ്യം കാണും മോളെ. എന്തായാലും നിശ്ചയം കഴിയട്ടെ, അവനെ നമുക്ക് കണ്ടുപിടിക്കാം. അവന്റെ വീട് കണ്ടുപിടിച്ച് നമുക്ക് അവിടെ പോവാം. മിഥുന്റെ വീട് അറിയാൻ പറ്റുമല്ലോ, അവനെയും കൂട്ടാം. പോരെ? ദേ, ഈ സമയത്ത് നീ അതും ഇതും ആലോചിച്ച എൻഗേജ്മെന്റിന്റെ ത്രില്ല് പോവും. പിന്നെ വിക്രമ സ്റ്റാഫുകൾ എത്തിക്കഴിഞ്ഞു. നീ ഇവിടെ ഇരിക്കെ, മുഹൂർത്താവുമ്പോ ഞാൻ തന്നെ വന്ന് വിളിക്കാം. ശരി ചേച്ചി. ഇപ്പഴാ സമാധാനായത്. നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ചേച്ചി പറഞ്ഞതുപോലെ എന്റെ ഇനിയുള്ള ലൈഫ് വിക്രമിന്റെ കൂടെയാ. മനസ്സിൽ വിക്രം മാത്രം. ശ്യാം എന്റെ ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട്. എന്തുപറ്റി? എന്താ നിന്റെ പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ലമ്മേ. പിന്നെ ഈ കണ്ണീരിന്റെ അർത്ഥം എന്താ? അത് പിന്നെ മുത്തശ്ശന്റെ അവസ്ഥ ഓർത്ത് സങ്കടപ്പെട്ടതാമേ. അമ്മയ്ക്കറിയാലോ, മുത്തശ്ശനെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു സഹോദരനോ സഹോദരിയോ ഇല്ലാത്ത എനിക്ക് അടിവെക്കാനും കുസൃതി കാണിക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്ക് മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലൊരു സൽപ്പേരും സമ്പത്തും ഒക്കെ ഈ കുടുംബത്തിനുണ്ട്. പക്ഷേ മുത്തശ്ശന്റെ നാവുകൊണ്ട് മോനെ എന്നൊരു വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമോ അമ്മേ? അതോർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ദൈവം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കൊടുക്കാറില്ല. മുത്തശ്ശനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം ഈ അമ്മയ്ക്കും ഉണ്ട്.
എല്ലാം മാറും. മോനെ, നീ സ്റ്റഡി ലീവിനാണ് വന്നതെന്ന് മറക്കരുത്. അമ്മ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി. വിക്രമായിട്ടുള്ള ബന്ധം എന്റെ ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്ന് എല്ലാരും പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സാധാരണ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഒക്കെ വരനോടൊപ്പം അച്ഛനമ്മമാരും സഹോദരങ്ങളും ഇനി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങും വർഷേ. അതൊക്കെ കല്യാണത്തിന് അന്ന് മതി. ഇപ്പൊ അച്ഛമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങ്. ആദ്യം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങൂ.